റിപ്പോർട്ടർ ബേക്ക് എക്സ്ക്ലൂസീവ്. സന്നിധാനത്തെ കൊടിമരക്കൊള്ളയിൽ മുൻ അഭിഭാഷക കമ്മീഷൻ ASP കുറുപ്പിന് കുരുക്കുമുറുകുന്നു. കൊടിമര പുനഃപ്രതിഷ്ഠയ്ക്ക് സിനിമാ താരങ്ങളിൽ നിന്ന് നാട്ടുകാരിൽ നിന്നും സ്വർണം സംഭാവനയായി സ്വീകരിച്ചത് കുറുപ്പ് മറച്ചുവെച്ചു. ലഭിച്ച സ്വർണത്തിന്റെ കണക്ക് എവിടെയും രേഖപ്പെടുത്തിയിട്ടുമില്ല. അതിനിടെ ശബരിമലയിലെ വാജിവാഹനത്തിൽ താൻ തന്നെയാണ് സ്വർണം ഒട്ടിച്ചതെന്ന് സുരേഷ് ഗോപി സമ്മതിച്ചു. ശബരിമലയിലേക്ക് കൊടിമരം മാറ്റലിന്റെ നിരീക്ഷകനായാണ് ASP കുറുപ്പെത്തിയത്. എന്നാൽ കൊടിമരമാറ്റത്തിന്റെ മറവിൽ ചെയ്തതാകട്ടെ അങ്ങേയറ്റം ദുരൂഹതയുള്ള കാര്യങ്ങൾ. കൊടിമരം പുനർനിർമ്മിക്കണമെന്ന നിലപാട് തന്ത്രിയാണ് എടുത്തത്. പുതിയ കൊടിമരം വന്നാൽ താഴികക്കുടത്തിന് തിളക്കം കുറയും എന്ന കാരണം പറഞ്ഞാണ് 6 താഴികക്കുടങ്ങൾ മാറ്റി സ്വർണം പൂശിയത്. സിനിമാ താരങ്ങളിൽ നിന്നും നാട്ടുകാരിൽ നിന്നും സ്വർണം സംഭാവനയായി സ്വീകരിച്ചത് കുറുപ്പ് മറച്ചുവെച്ചു എന്നാണ് പ്രധാന കണ്ടെത്തൽ. ലഭിച്ച സ്വർണത്തിന്റെ കണക്കാകട്ടെ എവിടെയും രേഖപ്പെടുത്തിയിട്ടുമില്ല. ശബരിമലയിലെ മണിമണ്ഡപവും പുതുക്കി പണിതിട്ടുണ്ട്. ഇതിന്റെ സ്പോൺസറായി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ടുവന്നതും കുറുപ്പാണ്. വാജിവാഹനവും അഷ്ടദിക്പാലകരും നിർമ്മിക്കുന്നതിന്റെ ദൃശ്യങ്ങളും റിപ്പോർട്ടർ പുറത്തുവിട്ടിട്ടുണ്ട്. അതിനിടെ ശബരിമലയിലെ വാജിവാഹനത്തിൽ താൻ തന്നെയാണ് സ്വർണം ഒട്ടിച്ചതെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സമ്മതിച്ചു. ഞാൻ തന്നെയാണ് ഒട്ടിച്ചത് വാജിവാഹനത്തിൽ. ആ അഷ്ടദിക്പാലകരിലാണ് എന്റെ കൂടെ വന്ന ഷാജി കൈലാസും എന്റെ മകൻ റഞ്ജി പണിക്കർ ഇവരെല്ലാം. റിപ്പോർട്ടർ തിരുവനന്തപുരം.